ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്യുമുലേറ്റീവ് സീരീസിനെ എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് സീരീസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ക്യുമുലേറ്റീവ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസികൾ ആഡ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് സീരീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് മീൻ, മീഡിയൻ, മോഡ് അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് നമുക്കതിനെ എക്സ്ക്ലൂസീവ് സീരീസ് ആക്കി കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് സീരീസ്. അങ്ങനെയുള്ള രീതിയിലെ ക്വസ്റ്റ്യൻ ഈ രീതിയിലായിരിക്കും തന്നിട്ടുള്ളത്. അതായത് മാർക്സ് എബവ്, പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അതായത് 0 മാർക്കിൽ കൂടുതലുള്ള എത്ര കുട്ടികളുണ്ട്, അതുപോലെ 10 മാർക്കിൽ കൂടുതലുള്ള എത്ര കുട്ടികളുണ്ട്, 20 മാർക്കിൽ കൂടുതലുള്ള എത്ര കുട്ടികളുണ്ട്. ഈ രീതിയിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലുകളാക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽസ് എങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും? 0 തൊട്ട് 10 വരെയുള്ള ആദ്യത്തെ ക്ലാസ്, നെക്സ്റ്റ് 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. ഇനി നോക്കിയേ, 60ക്കാട്ടിൽ കൂടുതൽ മാർക്കുള്ള 20 കുട്ടികളോടുണ്ട്. അപ്പോൾ അവയെ കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഒരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. 60 to 70, എബവ് 60 ഇൻക്ലൂഡഡ് ആക്കാൻ വേണ്ടി 60 to 70 കൂടെ ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ഓരോ ക്ലാസ്സിൻ്റെയും ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. 0ക്കാട്ടിൽ കൂടുതൽ മാർക്കുള്ള 150 പേരുണ്ട്, 10ൽ കൂടുതൽ മാർക്കുള്ള 140 പേരുമുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയ്ക്കുള്ളതാണല്ലോ 0 to 10. അത് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അതായത് 150 മൈനസ് 140 എത്ര കിട്ടും? നമുക്ക് 10 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്തായിട്ട് 10 to 20 ആണ്. അപ്പോൾ 10ൽ കൂടുതൽ മാർക്കുള്ള 140 പേരുണ്ട്, 20ൽ കൂടുതൽ മാർക്കുള്ള 120 പേരുണ്ട്. അപ്പം 10നും 20നും ഇടയ്ക്കുള്ളത് എത്രയായിരിക്കും? 140 മൈനസ് 120 എത്രയാണ്? 20 നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്തത് 20 to 30 ആണ് വേണ്ടത്. അപ്പോൾ 20ൽ കൂടുതലുള്ള 120 പേര്, 30ൽ കൂടുതലുള്ള 80 പേരുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് കിടക്കുന്ന മാർക്ക് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടാൻ 120 മൈനസ് 80 ചെയ്യുക, എത്രയാണ്? 40 എന്ന് കിട്ടും. ഇനി അടുത്തത് 30 to 40 ആണ്. അപ്പം 30ൽ കൂടുതലുള്ള 80 പേര്, 40ൽ കൂടുതലുള്ള 65 പേര്. അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് മാർക്കുള്ളത് കിട്ടാനായിട്ട് 80 മൈനസ് 65, 15 എന്ന് കിട്ടും. ഇനി 40 to 50 കിട്ടാൻ 40ൽ കൂടുതലുള്ള 65, 50ൽ കൂടുതലുള്ളത് 35. ഇതിൻ്റെ ഡിഫറൻസ് 30 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്തത് 50 to 60 ആണ്. അപ്പോൾ 50ൽ കൂടുതലുള്ളത് 35, 60ൽ കൂടുതലുള്ളത് 20 ആണ്. അപ്പോൾ ഇതിൻ്റെ 50ക്കും 60ക്കും ഇടയ്ക്കുള്ളത് ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും എത്രയാണ്? 15 എന്ന് കിട്ടും. ഇനി 60 to 70 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 60ൽ കൂടുതലുള്ള ആൾക്കാരായിരിക്കും 60 to 70യിലുള്ളത്, അത് 20 ആണ്. അപ്പോൾ ഈ രീതിയിലാണ് ക്യുമുലേറ്റീവ് സീരീസ്, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് സീരീസിനെ നമ്മൾ എക്സ്ക്ലൂസീവ് സീരീസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസിനെ എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് സീരീസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, മാർക്സ് ബിലോ എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. 10ൽ താഴെ മാർക്കുള്ള എത്ര സ്റ്റുഡൻസ്, 20ൽ താഴെ മാർക്കുള്ള എത്ര സ്റ്റുഡൻസ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്ക്ലൂസീവ് സീരീസ് ആക്കാൻ 10ൽ താഴെയുള്ള കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ക്ലാസ് എവിടെ നിന്ന് തുടങ്ങുന്നു? 0 to 10. ഇനി അടുത്തത് 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. ഇനി ഒരു ക്ലാസ്സോടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 60ൽ കൂടുതൽ മാർക്കുള്ള കുട്ടികളുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. 0 to 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 0ക്കും 10നും ഇടയ്ക്ക് മാർക്കുള്ള കുട്ടികൾ. അത് എന്ത് തന്നെയായിരിക്കും? 10ൽ താഴെ മാർക്കുള്ള കുട്ടികളുടെ എണ്ണം തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 ആണ്. ഇനി അടുത്തത് 10 to 20, 10നും 20നും ഇടയ്ക്ക് മാർക്കുള്ള കുട്ടികൾ. 10ൽ താഴെ മാർക്കുള്ള 10 കുട്ടികളുണ്ട്, 20ൽ താഴെ മാർക്കുള്ള 25 കുട്ടികളുണ്ട്. അപ്പോൾ 10നും 20നും ഇടയ്ക്കുള്ള എത്ര കുട്ടികളായിരിക്കും? ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും 25 മൈനസ് 10, 15 എന്ന് കിട്ടും. ഇനി അടുത്തത് 20 to 30, 20നും 30നും ഇടയ്ക്ക് മാർക്കുള്ള കുട്ടികളുടെ എണ്ണം. അപ്പോൾ 30ൽ താഴെ മാർക്കുള്ള 40 കുട്ടികളുണ്ട്, 20ൽ താഴെ മാർക്കുള്ള 25 കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ഇടയ്ക്ക്
മാർക്കുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 40 മൈനസ് 25 ആയിരിക്കും, അതായത് 15. ഇനി അടുത്തത് 30-നും 40-നും ഇടയ്ക്ക് മാർക്കുള്ള കുട്ടികളുടെ എണ്ണം എന്തായിരിക്കും? ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് 60 മൈനസ് 40, 20. ഇനി 40 to 50, 40-നും 50-നും ഇടയ്ക്ക് മാർക്കുള്ള കുട്ടികളുടെ എണ്ണം അതെന്ന് പറയുന്നത് 75 മൈനസ് 60 ആയിരിക്കും, 15. ഇനി ലാസ്റ്റ് ആയിട്ട് 50 to 60 മാർക്കുള്ള കുട്ടികൾ. 60-ൽ താഴെ 100 കുട്ടികൾക്കാണ്, അതിൽ 50-ൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണം 75 ആണ്. 50-നും 60-നും ഇടയ്ക്കുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആയിരിക്കും 25 ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസിനെ എക്സ്ക്ലൂസീവ് സീരീസുകളാക്കി കൺവേർട്ട് ചെയ്യുന്നത്.